ഒമ്പയില് പഠിക്കുമ്പോ അവിചാരിതായിട്ട് ചെന്നുപെട്ടറിയാം. അവിടെ നിന്ന് വീണ് കിട്ടിയ പേരുകളാണ് മാധവിക്കുട്ടി, നെയ്പായസം. കമലാദാസ്, കമലാ സുരയ്യ ആയ കഥ കേട്ടിട്ടുണ്ട്. എന്നാൽ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരെ അറിയാൻ അന്നൊന്നും മനസ്സ് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അനുവദിച്ചിരുന്നില്ല. ജീവിതത്തിന്റെ മറുവശം കാണിച്ചു തന്ന ആ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് അവരെ പറ്റി കൂടുതൽ അറിയണമെന്ന തോന്നലുണ്ടായത്. അതിന് നിദാനമായത് നെയ്പായസം. ക്ലാസ് എടുക്കാൻ വന്ന സാറ് ആ കഥാ ക്യാമ്പിൽ വെച്ച് നെയ്പായസത്തെ പറ്റി വിവരിച്ചപ്പോ ചുറ്റുമുള്ളവരൊക്കെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കന്ന് അവിടെ തല കുലിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുവരെ വായിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു പുസ്തകത്തെ പറ്റി പറയാൻ ഞാൻ ആര്? അവിടെ വെച്ചാണ് നെയ്പായസം അന്വേഷിച്ചുള്ള എന്റെ യാത്ര തുടങ്ങുന്നത്. അതിന് ലൈബ്രറി വരെ പോകാനുള്ള ക്ഷമ എനിക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്റെ മടി എന്നെ അനുവദിച്ചില്ല. ഗൂഗിൾ സെർച്ചുകൾ തന്നെ എനിക്ക് അതിനുള്ള ഉത്തരം നൽകി. മാധവിക്കുട്ടിയെ മാധവിക്കുട്ടിയാക്കിയ ചെറുകഥ. കഥയിലെ അമ്മയുടെ മുഖം മാധവിക്കുട്ടിയുടേത് തന്നെയായിരുന്നു പിന്നീടുള്ള വായനയിലുടനീളം. ചില വായനകൾ കണ്ണു നനയിക്കുന്നതാണ്. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ അമ്മത്വവും അമ്മയുടെ രുചികളും നിറയുമ്പോൾ അത് ഓർമ്മകളെ പിടിച്ചുലച്ചു കളയും, ചങ്ക നോവിച്ചു കളയും. അത്തരമൊരു കഥയാണ് മാധവിക്കുട്ടിയുടെ നെയ്പായസം. ഒരു ചൂലിന്റെ അറ്റത്ത് പിടഞ്ഞു തീർന്ന സ്നേഹമുഖം. അവസാനമായി ഉണ്ടാക്കി അടുപ്പിൻ ചുവട്ടിൽ വെച്ചിരുന്ന നെയ്പായസത്തിന്റെ സ്വാദ് കുട്ടികളുടെ മുഖത്ത് നിന്നറിയാൻ കാത്തിരുന്ന അമ്മ സ്നേഹം. കേട്ടതൊന്നും ഒന്നുമല്ല, ഇനി വായിച്ചെടുക്കാനുള്ളതാണ് മാധവിക്കുട്ടി എന്ന തുറന്ന പുസ്തകം എന്ന് പറഞ്ഞു തന്ന കഥ. ആത്മാവിന്റെ ശകലങ്ങളിൽ സ്വാതന്ത്ര്യമെന്ന, സ്നേഹമെന്ന, നിരാശയെന്ന ഉന്മാദം സൂക്ഷിച്ചിരുന്ന കമലയുടെ കഥ. പ്രശസ്തമായ നാലപ്പാട്ട് തറവാട്ടിൽ ജനനം. കവി നാരായണ മേനോന്റെ അനന്തരവൾ. കവയത്രി ബാലാമണി അമ്മയുടെയും മാതൃഭൂമി പത്രാധിപരും മാനേജിംഗ് ഡയറക്ടറുമായ VM നായരുടെയും മകൾ. പ്രഭു കുടുംബത്തിൽ ജനിച്ച് ഉന്നതമായ ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിച്ച ധനതത്വശാസ്ത്രജ്ഞനായ മാധവദാസിന്റെ ഭാര്യ. മിടുക്കന്മാരായ 3 ആൺമക്കളുടെ അമ്മ. ഉയർന്ന സാമ്പത്തിക നിലയുള്ള സുന്ദരിയായ സ്ത്രീ. ഇങ്ങനെ നീളുന്ന വിശേഷണങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് മാധവിക്കുട്ടി ഒരു മഹാബിംബമായി മലയാളത്തിൽ വളർന്നത്. ആത്മധൈര്യത്തിന്റെ പ്രതിരൂപമായി നേരുകളെയും സ്വപ്നങ്ങളെയും എഴുതി വച്ചത്. പകരം വെക്കുവാൻ ഒരാളില്ലാത്ത വണ്ണം അവൾ എല്ലാവരുടെയും ആമിയായി മാറി. കാമം എന്നത് സ്ത്രീ ഉച്ചരിക്കേണ്ടി വന്നാൽ തന്നെ നിന്ദയോടെ പറയേണ്ട വാക്കായി കരുതിയിരുന്നിടത്തേക്കാണ് ശരീരത്തിന്റെ ആസക്തികളുടെ കൊടിയേറ്റത്തെ കുറിച്ച് പറഞ്ഞ് മാധവിക്കുട്ടി കടന്നു വന്നത്. എന്റെ കഥ പുറത്തു വന്നതോടെ അവൾ പറയുന്നതെല്ലാം അവരുടെ സ്വകാര്യ ജീവിതം എന്ന് കരുതി പരസ്യമായി പുച്ഛത്തോടെയും രഹസ്യമായി ഹർഷോന്മാദത്തോടെയും അവരെ നോക്കിയ ചില പുരുഷന്മാർ പതിയെ തങ്ങളുടെ സ്ത്രീകളും ലൈംഗികതയെക്കുറിച്ച്, ശരീരത്തിന്റെ മോദകങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാകുന്നത് നോക്കി പകച്ചു നിന്നു. മലയാളികളുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ മാധവിക്കുട്ടി പൊളിച്ചെഴുത്ത് നടത്തി. സമൂഹത്തിന്റെ ആവശ്യപ്പെടലുകൾക്കോ മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്കോ വിധേയായി അവർ ജീവിച്ചില്ല. അവർ അവർക്ക് വേണ്ടി ജീവിച്ചു. തന്റെ എഴുത്തുകളിലൂടെ സ്ത്രീകളെ ജീവിതം പഠിപ്പിച്ചു. ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാധവിക്കുട്ടി കല്ലേറ് കൊണ്ടിട്ടുണ്ട്. തെറ്റിദ്ധരിക്കുന്നവരോട് അവരാകെ പറയുന്നത് ഇത്ര മാത്രമാണ്: സ്നേഹിച്ചതിന് ഞാൻ ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല. സ്വപ്നം കണ്ടതിന് ഞാൻ ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ ആരോടാണ് മാപ്പ് ചോദിക്കേണ്ടത്? ഒരിക്കലും ഞാൻ സമൂഹത്തോട് മാപ്പ് ചോദിക്കില്ല. കാരണം എനിക്ക് സമൂഹം തന്ന സ്നേഹത്തിന്റെ 10 ഇരട്ടി ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ചിട്ടും അവർ മാധവിക്കുട്ടിയായി മാറുക തന്നെ ചെയ്തു. വെളുത്ത ഗദർ കുപ്പായങ്ങളും ഉയർത്തിക്കെട്ടിവെച്ച മുടിയും മാന്യതയുടെ മിതത്വത്തിന്റെ അടയാളങ്ങളായി വാഴ്ത്തപ്പെട്ട കാലത്താണ് ഒരു സ്ത്രീ പച്ചയും ചോപ്പും പട്ടുസാരികൾ അണിഞ്ഞ് ചുരുൾമുടി അഴിച്ചു വിടർത്തിയിട്ട് കണ്ണിൽ നിറയെ മഷി എഴുതി ചുണ്ടിൽ ചായം പൂശി കൈ നിറയെ വളകൾ അണിഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിച്ച് മലയാളികളുടെ വായനാനുഭവങ്ങളിലേക്ക്, കുടുംബക്രമങ്ങളിലേക്കും കയറി വന്നത്. പെട്ടെന്നൊന്നും ആ മാറ്റം മലയാളിക്ക് അംഗീകരിക്കാനായില്ല. അത് മറ്റൊരു സത്യം. മധ്യവർഗത്തിന്റെ കപടനാട്യങ്ങൾക്കു നേരെ പരിഹാസത്തിന്റെ കുന്തമുനകൾ നീട്ടിയെറിഞ്ഞ് അവർ പെൺജീവിതവും കാമനകളും തുറന്നെഴുതി. ഒരിക്കലും വെട്ടിയൊതുക്കാത്ത കാട്ടുപച്ച തഴപ്പ് പോലെയായിരുന്നു അവർ. ഇന്നും സ്നേഹത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുമ്പോൾ മലയാളിക്ക് അവരുടെ വചനങ്ങളില്ലാതെ വയ്യ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ കൈത്തഴക്കത്തോടെ അവർ എഴുതി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അവർക്ക് വായനക്കാരുണ്ടായി. പ്രണയത്തിന്റെ രാജകുമാരിയായി ലോകം അവരെ കാണുന്നു. എന്നാൽ കമല എഴുതിയത് സ്നേഹത്തെക്കുറിച്ചാണ്.
ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്രാനുരാഗത്തെക്കുറിച്ചാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ജന്മാന്തര ബന്ധങ്ങളെക്കുറിച്ചാണ്. മുത്തശ്ശിയും കൊച്ചുമകളും തമ്മിലുള്ള ഇഴപൊട്ടാത്ത സ്നേഹത്തെക്കുറിച്ചാണ്. ആരുമല്ലാതിരുന്നിട്ടും ഏകാന്ത വിഷാദങ്ങളുടെ ഇരുളിൽ സ്നേഹത്തിന്റെ കൈത്തിരി കൊളുത്തി വെച്ചവരെ കുറിച്ചാണ്. ഞാൻ ഇതാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണമെന്ന് ചോദിച്ച മാധവിക്കുട്ടി തന്റെ അവസാന ശ്വാസം വരെ ആർക്കും വിധേയായില്ല. ഇന്നും ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്ത്രീക്കും കരുത്തും പ്രചോദനവുമാണ് അവരുടെ എഴുത്തുകൾ.